സുധിയുടെ രണ്ടാം ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു വോയിസ് നോട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ശരിക്കും പറഞ്ഞാൽ മുഖം കാണിക്കാതെ ഫോണിലൂടെ പറഞ്ഞ് ഇത്രയും അധികം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്ന് മനസ്സിലാക്കിയേ മതിയാകൂ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇന്നലെ മുതൽ തന്നെ പുറത്തുവരുന്ന വാർത്തകളിൽ ഒരുപാട് സത്യമുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഭൂരിഭാഗം പേരും. കിച്ചുവിനെ അവൻ്റെ അമ്മ കൊണ്ടുപോയതാണ്. സുധി കേസ് കൊടുത്ത് തിരിച്ച് കിച്ചുവിനെ വാങ്ങിയതാണ്. ഇത്തരത്തിലുള്ള ഓരോ വെളിപ്പെടുത്തലാണ് നടത്തുന്നത്. കിച്ചുവിനെ അവൻ്റെ അമ്മ ഉപേക്ഷിച്ചു പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അതല്ല സത്യം എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആദ്യ ഭാര്യയെ ശാലിനിയെക്കുറിച്ച് കൊല്ലം സുധി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നാണ് പറയുന്നത്. ആദ്യ ഭാര്യ 3.5 വയസ്സുള്ള മകനെ തനിക്ക് തന്ന മറ്റൊരാൾക്കൊപ്പം പോയെന്നായിരുന്നു കൊല്ലം സുധി പറഞ്ഞിരുന്നത്. കൊല്ലം സുധിയുടെ നിയമപരമായുള്ള ഭാര്യ താൻ മാത്രമാണെന്ന് രേണു കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രേണു സുധി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് പ്രകാരം മകൻ കിച്ചു സ്വന്തം അമ്മയിൽ നിന്നും അകലം കാണിച്ചിരുന്നു. അമ്മ കൊടുത്ത കളിപ്പാട്ടങ്ങളും മറ്റും കിച്ചു കളഞ്ഞു. മരിച്ചെന്ന വിവരം പറഞ്ഞപ്പോൾ കിച്ചു കാര്യമാക്കിയില്ല എന്ന് രേണു പറയുന്നു. അമ്മയെക്കുറിച്ച് തന്നെ അവ സംസാരിച്ചിട്ടേ ഇല്ല. മരിച്ച എന്നുപോലും അവൻ സംസാരിച്ചിട്ടില്ല. അവൻ കമ്പ്യൂട്ടറിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരിച്ച കാര്യം പറഞ്ഞു. മോനെ പോകണമെങ്കിൽ നിനക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. അമ്മ മരിച്ചില്ലല്ലോ, അമ്മ ഇവിടെ നിൽക്കുകയല്ലേ, നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോയിക്കോ എന്നും ഞാൻ ബാക്കി ഗെയിം കളിക്കട്ടെ എന്നുമായിരുന്നു കിച്ചു മറുപടി പറഞ്ഞത്. അത് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എന്നാണ് രേണു പറഞ്ഞത്. എന്നാൽ ഇങ്ങനെ ആയിരിക്കില്ല സത്യം. കാരണം ഇതിൻ്റെ തുടക്കമൊന്നും ഇങ്ങനെയല്ല എന്നാണ് ഈ വോയിസ് നോട്ടിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ. നേരത്തെ കൊല്ലം സുധിയുടെ മുൻ ഭാര്യ എന്ന് പറഞ്ഞ് രംഗത്ത് വരാതിരുന്നതിനെക്കുറിച്ച് ഈ സ്ത്രീ സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് ഇതിലൊന്നും വന്നില്ലല്ലോ എന്ന് ആൾക്കാർ ചോദിക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. നാളെ നിങ്ങളോ ഞാനോ ആർട്ടിസ്റ്റ് ലെവൽ വലിയ ആളാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ വലിച്ചിഴയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നു. രേണു തന്നെ അധിക്ഷേപിച്ചെന്നും സംസാരിച്ചതിൻ്റെ പേരിലുമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അധിക്ഷേപിച്ച് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനത് വെളിപ്പെടുത്തില്ലായിരുന്നു. താനുമായി രമ്യത്തിലെത്താൻ കൊല്ലം സുധി ശ്രമിച്ചിരുന്നുവെന്ന് പറയുന്നു. കിച്ചുവിനെയും കൂട്ടി പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. സുധിയും കിച്ചുവിനും വീട്ടിൽ വരുമ്പോൾ ഞാൻ ഇറങ്ങി പുറത്തു പോകും. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു. കുറേ നേരം അവർ എന്നെ വേണ്ടി കാത്തിരിക്കും. അവർ പോയ ശേഷമേ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ളൂ. സംസാരിച്ചാൽ വീട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണെന്നാണ് ഈ താരം പറയുന്നത്. ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പറയുന്ന കാര്യങ്ങളിൽ പലതും സത്യമുണ്ടെന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത്. ഒരാൾ വെറുതെ ഇങ്ങനെ വന്ന് പറയില്ലല്ലോ. അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി രേണു പറയണം. രേണു ഇതുവരെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഇന്നലെ മുതൽ വൈറലായ ഒരു വീഡിയോ ആണിത്. എന്നാൽ ഇതിന് ഇതുവരെ ഒരു മറുപടിയുമായി രേണു എത്തിയിട്ടില്ല എന്ന് തന്നെ പറയുന്നു. അതിനൊക്കെ അർത്ഥം എന്താണ് എന്ന് വീണ്ടും വീണ്ടും പ്രേക്ഷകർ ചോദിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് എന്ന് പറയാം. വ്യക്തമാക്കുന്ന വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതെന്നും പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.